ഹൈ ഡിയർ പാരൻസ്, രണ്ടാമത്തെ ಲೈವ್ ಗೈಟಿಕ್ಕರು ಇನ್ನು ನಂಗೆ ಕಡಂದರೆ ഞങ്ങളെ മക്കളെ ಬಗ್ಗೆ ഞങ്ങളെ മക്ക ചൊന്നെങ്കിൽ ഞങ്ങളെ ലൈഫിലെ ബ്യൂട്ടി ആയിട്ടിക്കർ അതായിട്ടിക്കർ ഇസ്ലാമിക് സൈക്കോളജി ഖുർആൻ ചൊല്ലതും അങ്ങനെ തന്നെ അൽ മാലു വൽ ബനൂൻ സീനത്തുൽ ഹയാത്തി ദുനിയ. ഞങ്ങളെ സമ്പത്ത്, ഞങ്ങളെ മക്ക, ഞങ്ങളെ ലൈഫറെ ബ്യൂട്ടി ആയിട്ടിക്കറുണ്ട് ഇസ്ലാം ചൊല്ലും. അപ്പോ ഞങ്ങളെ ലൈഫറെ ബ്യൂട്ടി ആയിട്ടുള്ള അതായിട്ടിക്കറ് ചിൽഡ്രൻസ് ആർ ഗിഫ്റ്റ് ഫ്രം ഗോഡ്. ഞങ്ങളെ മക്ക ചൊന്നെങ്കിൽ ഞങ്ങൾക്ക് റബ്ബ് താഴെ തന്നെ വലിയൊരു ഗിഫ്റ്റ് ആയിട്ടിക്കർ. ഞങ്ങളെ സമൂഹത്തിൽ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കിയമേയാവും. രണ്ട് തരത്തിലുള്ള സമൂഹമുണ്ട്. ഒന്നു മക്ക ഇല്ലാണ്ട് മാനസികമായിട്ട് അസ്വസ്ഥതയ്ക്ക് എത്തിയോണ്ടുള്ള ഒരു കമ്മ്യൂണിറ്റി. മക്കയില്ലാണ്ട് അപ്പൊ ആ ഒരു വിഷയത്തിലും ഞങ്ങൾക്കെല്ലാം ഒന്ന് പഠിക്കും. അതിന്റെ വിഷയത്തിൽ കുറെ ഇങ്ങനെ റായ ചുത്തറ്, കുറെ ഇങ്ങനെ ടെൻഷൻ ആവറ്. അപ്പൊ ഇതില് ഞങ്ങളെ ക്ലിനിക്കും ചൊമ്മ പണ്ട് ഇങ്ങനത്തെ പെണ്ണിങ്ങന്മാര് ഞങ്ങളുടെ കൗൺസിലിംഗ് ചൊമ്മ പണ്ട് മക്കയില്ല ചെന്നിട്ടു ആ ഒരു ടൈപ്പിലുള്ള കുറെ ടെൻഷൻ കമ്മിറ്റി ആയിട്ട് പണ്ടത്. അവിടെ ഞങ്ങ ഒന്ന് അർത്ഥാക്കൊണ്ടായത് ഈ മക്ക ഇക്കാണ്ടിക്കുള്ള യാറത്തെ ഇത് ചിലപ്പോ ഈ സ്ട്രെസ്സിനെ കാരണം കൊണ്ടിട്ടായിട്ടിക്കൂ. ഇത് എന്താ ഈ റെഗുലർ ആയിട്ടുള്ള മെൻസ്ട്രേഷൻ ഇറഗുലർ ആയിട്ട് തീർന്നത് ചൊന്നെങ്കില് ഈ മക്ക ഇല്ലാത്തതിന്റെ പേരില് ഒരു മോത്ത്, അതായത് ഇപ്പൊ ഒരു പെണ്ണ് മങ്ങിലായിട്ട് ഒരു 4-5 തിങ്കളാകുമ്പത്തുകെ എന്തടിമ്മ ഗുഡ് ന്യൂസ് എന്തും ഇല്ലേ കേക്കോ തുടങ്ങിയാൽ റൈറ്റ്. അങ്ങനെ തെൽ ഒരു വർഷമായിട്ട് ഒരു വർഷത്തിലാണ്ട് അപ്പുറം പോകുമ്പത്തുകു എവിടെ ഫംഗ്ഷൻ്റെ അവിടെ പോകുമ്പത്തുകും മക്കയിട്ടില്ലേടി ഇങ്ങനെമേ ഉള്ള അനൗൺസ്മെന്റ് ഇങ്ങനെ കേൾക്കത്തോളും. പിന്നെയും തെല്ല് ഇയർ അപ്പുറത്ത് പോയെങ്കിലും അയാളെ റായത്തിലില്ല ഇവിടെ നിക്കൊരു കിടാവായ ഇങ്ങനെ നല്ല എന്ത് അത് ഇതെന്റെ ചൊന്നിട്ടു ആ ഒരു ടൈപ്പിൽ എന്തരെ ഇങ്ങോട്ടേക്ക് കേക്ക് ഈ പെണ്ണുങ്ങളുടെക്ക് കേൾക്കോ തുടങ്ങാറ്. ഇതെല്ലാം കേൾക്കുമ്പോ കേട്ടിട്ട് എനിക്കിതരെ ഈ സ്ട്രെസ് ആയിട്ടിക്കരുത് യാറെ കൂടുതൽ ഇനി ഏജ് പിന്നെയും അപ്പറപ്പുറ പോകുമ്പത്തുകു പിന്നെ ചൊല്ലമേ വേണ്ട. ഈ സ്ട്രെസ് കൂടിയിട്ട് ഇത് സൈക്കോസൊമാറ്റിക് ഡിസോർഡർക്ക് വന്നിട്ട് എത്തറ്. ചില പെൺമക്കൾക്ക് ചമ തുടങ്ങറ്, ചില പെൺമക്കൾക്ക് ചൊറി തുടങ്ങറ്, ചില പെൺമക്കൾക്ക് അവിടെ കൈക്കാലിടി നൊമ്പല അത് ഇത് എല്ലാം തുടങ്ങറ്. അതല്ലെങ്കിൽ ചില ആൾമാർക്ക് തടിങ്ങനെ കൂടിയോട്ട് പണ്ട് തിന്നിട്ടല്ല ഇതെല്ലാം പണ്ടത് ഈ സ്ട്രെസ്സില് ഓർത്തോളിച്ചെന്നെങ്കില് ഈ കേട്ടിട്ട് ലാസ്റ്റ് ഒരു ഫംഗ്ഷന് പോലും പോവാത്ത ഒരു അവസ്ഥ. ഓടും പോകാവില്ല. എന്ത് പോയെങ്കിൽ ഇങ്ങനത്തെ എല്ലാം അവിടെ കണ്ടവിടെ ഇങ്ങനെ കേക്കറ്. ആ കേക്കുമ്പത്തുക്ക് പിന്നെ അവിടുത്തെ ടെൻഷൻ അതിൽ വന്നിട്ട് ഔത്തു ഇനിയിപ്പൊ ഇനി അവിടെ പോയിട്ട് ഇനി ചോറ് ടേസ്റ്റ് ഇങ്ങനെ ആരെങ്കിലും കേട്ടെങ്കിൽ അവിടുത്തെ ചോറ് ടേസ്റ്റ് പോലും നമുക്ക് ആസ്വദിക്കുകയല്ലേ. ഇനിയിപ്പൊ അങ്ങനത്തെ ക്ലിയർ ആവുമെങ്കിൽ ഔത്ത് വന്നിട്ട് ഒരു 2 നാളുള്ളതേ ഉള്ളൂ. റൈറ്റ്. അപ്പൊ ഇങ്ങനത്തെ ഈ സ്ട്രെസ് ഇങ്ങനെ കൂടുമ്പത്തും അങ്ങനത്തെ ആ പെണ്ണിങ്ങക്ക് എന്തിനു നടക്കില്ല, ഈ മെൻസ്ട്രേഷൻ കറക്റ്റ് ആയിട്ട് നടക്കില്ല. അതെല്ലാം ഇറഗുലർ മെൻസ്ട്രേഷൻ ആവും തുടങ്ങും. അപ്പൊ ഈ ഒരു വിഷയ എല്ലാം കറക്റ്റായിട്ട് ഞങ്ങളെ പെൺമക്ക അർത്ഥാക്കിയെങ്കിൽ അവിടെയും അങ്ങനെ ഞങ്ങളൊട്ടിക്ക് കൗൺസിലിംഗ് പണ്ടേ കുറേ അങ്കിങ്ങനെ കുറേ ചൊല്ലുകേക്കാം. അക്കാരണം കൊണ്ടിട്ട് ഇങ്ങനത്തെ സ്ട്രെസ് കൂടിയിട്ട് ഓൺലി ഏത് മെൻസ്ട്രേഷൻ ഇറഗുലർ മാത്രം അവരല്ല. രണ്ടാമത്തത് ഇങ്ങനെ ഈ വൈറ്റ് ഡിസ്ചാർജ് അത് ഇത് എല്ലാം അങ്ങനെ ബോഡിയത് യാറെ അതര ക്വാണ്ടിറ്റിയും അത് ഇതെല്ലാം പോകു തുടങ്ങാറ്.
അത് ഇത് ഏത് ഈ വൈറ്റ് ഡിസ്ചാർജ് അതല്ലെങ്കിൽ ബെൽപ്പ് പോണ്ടേಂಟೆಲ್ಲ ചൊല്ലാറതല്ല. അപ്പൊ ആ ഒരു ഇതെല്ലാം ಯಾರತ್ತದ അങ്ങനെ ബോഡീസ് അത് ഇതെല്ലാം പോകുമ്പത്തൂ പിന്നെ ಅಂಕಿ ಎಂದ್ರಾವಿಲ್ಲ ಈ ತೀರവിടെ ഗ്യാസറവിടെ വെയിലെത്തിയല്ല നിക്കോകാവില്ല അങ്ങ് വൈബ്രേറ്റ് ആവര് അങ്ങ് തല തിരിഞ്ഞ പോലെ അവര് പൂന്ന പോലെ അവര് ആ ഒരു ടൈപ്പിലുള്ളത് എല്ലാം അനുഭവപ്പെടുறாரு. ഇതെല്ലാം ನಾನು ചൊല്ലുമ്പത്തൂ ഇതിൽ അനുഭവിക്കുന്ന ഓരോ പെണ്ണുകും ഇത് കറക്റ്റ് ഫീൽ ആവും. പിന്നെ പിന്നെ പിന്നമ്മ തൊട്ടതുക്കും പിടിച്ചതുക്കും ಬೇಗ ಬೇಗ ಅರ್ಥ ಬಂಡೆ ಬೇಗ ಬೇಗ ಎಂದ್ರಂಟಿಲ್ಲ ಎಂದ್ರ ചൊല്ലുകയൊന്നുമില്ല ಬೇಗ ಅರ್ಥ ಬಂಡೆ അത് മാപ്പിളട്ടാവട്ടെ മാപ്പിളയുടെ ഉത്തരങ്ങൾട്ടാവട്ടെ ഇങ്ങളെ ഉത്തരങ്ങൾട്ടാവട്ടെ എന്നെ ആറട്ടും ആവട്ടെ ഇത് ಬೇಗ ಬೇಗ ಅರ್ಥ ಬಂಡೆ ആ ഒരു ടൈപ്പ് മുഖാന്തരവും പിന്നെയും അവിടെ ഫാമിലി ഇഷ്യൂ പോലും ആ ഒരു ചമ്മ കേസസ് ഞങ്ങളെ സെന്ററുക ബണ്ട്. അപ്പൊ ഇങ്ങനത്തെ ഏതെങ്കിലും പെണ്ണിങ്ങ ഇന്നെങ്കിൽ അത് ഞങ്ങ അവിടെ ഫസ്റ്റ് വൺ ഞങ്ങ അവിടെ അണ്ടർസ്റ്റാൻഡിങ് ആക്കണായത് ഏത് ഇനി കിടാവു തണ്ടത് തണ്ട ടൈമില് റബ്ബ് തണ്ട റൈറ്റ്. അപ്പൊ അതുക്ക് വേണായിട്ടുള്ള ചില പണിയെ ഞങ്ങ എന്താക്കുന്നു എടുക്ക. ഒന്ന് ഞങ്ങ റബ്ബറൊട്ടിക്ക് കേക്ക ടെൻഷൻ അടിച്ചങ്ങ് ഫംഗ്ഷൻ നടക്കറ ഇല്ല. ടെൻഷൻ അടിച്ചത് കൊണ്ടിട്ട് കിടാവ് കിട്ടറ ഇല്ല. ആ ടൈമും പോയി ഞങ്ങളെ തടിയും പോയി എല്ലാം പോണ്ട് അവിടെ. അവിടെ ഞങ്ങക്ക് വേണായത് ഫസ്റ്റ് വൺ നല്ല ഓപ്പറേറ്റിക് നല്ല ഒരു പ്രതീക്ഷ വെക്ക ഒന്നും. രണ്ടാമത്തത് ഞങ്ങ വിഷ്വലൈസേഷൻ ആക്ക. ഈ മക്ക ഇല്ലാത്തക്കുള്ള പരിഹാരം നടച്ചോണ്ടല്ലേ വിഷ്വലൈസേഷൻ. ഞങ്ങളെ ഒരു കിടാവു അതായത് ഞങ്ങളെ കിടാവ് ഒരു ഫോട്ടോ ഞങ്ങളെ കിടാവ് ചൊന്നെങ്കിൽ ഞങ്ങൾക്ക് കിട്ടകൂല്ലേ എങ്ങനത്തെ ഷേപ്പ് ഏതേതെന്ന് ചൊന്നെങ്കിലും ഏതിലും കിട്ട്. അത് ഞങ്ങൾ ഇപ്പത്തെ സോഷ്യൽ എന്തൊരു ഞങ്ങളെ മൊബൈൽ അത് ഇതിലെല്ലാം ഒരു എന്തൊരു മൈനായിട്ട് പ്രൊഫൈൽ എപ്പം കണ്ടതുപോലെ ആയിട്ട് ഇൻഷാ അല്ലാ നക്ക് ഈ റബ്ബു നക്ക് ഈ കിടാവ് തണ്ട ചൊല്ല ഒരു ഹോപ്പർ അവര ഒരു പ്രതീക്ഷ ഞങ്ങൾക്കാവും കിട്ടു വേണായിട്ട്. പിന്നെ വിഷ്വലൈസേഷൻ ആക്കിയിട്ട് അതെങ്ങനെ ആ കിടാവും ഫീഡിങ് ആക്കറ പോലെ ഫീൽ ആക്കറേ. അപ്പൊ ആ ഒരു ടൈപ്പിലും അത് ഇത് എല്ലാം നിൽക്കുമ്പത്തൂ ഓട്ടോമാറ്റിക്കലി ഞങ്ങളെ ബോഡിയുടെ ഫങ്ഷൻ എല്ലാം അതിരെ കറക്റ്റായിട്ട് നടക്കോ തുടങ്ങറ്. പീരിയഡ്സ് ആയെങ്കിലും അങ്ങനെ കറക്റ്റായിട്ട് നടക്കോ തുടങ്ങുമ്പോത്തും ಅದರ ಒಟ್ಟಿಗೆയും സെക്ഷൽ റിലേഷനും അത് ഇത് എല്ലാം ಅದರ ಬಗ್ಗೆയും തെല്ല് കറക്റ്റായിട്ട് അത് നിക്കോകു സാധ്യത ഉള്ളത് യാറെ ഏത് നാളേച്ച് വന്നിട്ടു അങ്ങനെ ഉള്ളതും കറക്റ്റായിട്ട് ഒരു സൈക്കോളജിസ്റ്റ് പോയിട്ട് മീറ്റായിട്ട് അതിരെ കറക്റ്റായിട്ട് ഫോളോ അപ്പ് ആക്കിയിട്ട് ആ ടൈപ്പിൽ പോയെങ്കിലും മക്ക റബ്ബു അതായത് തറകുദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും ഈ ഒരു ടൈപ്പിലെല്ലാം ആക്കുമ്പോഴത്തൂ റബ്ബ് നമുക്ക് തണ്ട. ആ ഒരു വിഷയ ഏതൊരു പാരന്റും അതായത് ഏതൊരു ഇങ്ങനെ മാനസികമായിട്ട് മക്കയില്ല ചെന്നിട്ടു മാനസികമായിട്ട് അസ്വസ്ഥത എത്തിയോണ്ടുള്ളേ ഏതൊരു പാരന്റ്സും ഇതൊന്നും അർത്ഥാക്കിട്ട് വെക്കരുത് നല്ലേ. ഒന്നും അതിരൊട്ടിಗೆ മക്കാം ഇല്ലാത്തങ്ങളൊട്ടിಗೆ ഞങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ട് ഞങ്ങൾ അർത്ഥാക്കണതായിട്ട്. കാരണം അങ്ങനെ പെയിന് അങ്ങനെ നൊമ്പല അങ്ങനെ ബേജാറ് അങ്കും അങ്ങനെ റബ്ബുകളാണ്ട് മൂന്നാമത്തെ ആളുകത് അർത്ഥാവല്ലേ. അക്കാരണം കൊണ്ടിട്ടു അങ്ങനത്തെ മക്കയില്ലാത്തങ്ങ ആരെങ്കിലും ഇന്നെങ്കിൽ അങ്ങനൊട്ടിಗೆ പോയിട്ട് ഞങ്ങ നിക്ക മക്കായിട്ടില്ലേടി നിക്കൊരു മക്കായ നല്ലെന്തിടി അങ്ങനത്തെ ഇങ്ങനത്തെ വിഷയത്തിൽ ഞങ്ങൾ മുണ്ടോകേ പോകുത്തിയർ മുണ്ടോപോകുത്തീരച്ചൊന്ന് ഏതൊരു വിഷയത്തില് മക്കയുടെ വിഷയത്തിൽ എന്തൊരു മക്ക ആയ നല്ലെന്തിരി അങ്ങോട്ട് ഇങ്ങനെ കേട്ടോണ്ടിക്കറേ അവിടെ നിങ്ങക്ക് ആ കൈ എന്തര് നിക്ക് റബ്ബ് തറൂടി നീ ബേജാറാവണ്ട ഇൻഷാ അല്ലാഹ് റബ്ബ് നിക്ക് തരും. അങ്ങനത്തെ ഹോപ്പ് കൊടുക്ക. അത് കൊടുക്കുമ്പോ അങ്ക് നിങ്ങളൊട്ടിക്കും ഇഷ്ടവരു അങ്കും ഒരു പ്രതീക്ഷ കിട്ടറ്. യെസ് സാറിനോ അതല്ലാണ്ട് നിങ്ങ മക്കായിട്ടില്ലേ അയൽ രായത്തില്ലേ ഇങ്ങനത്തതല്ല പോയിട്ട് ഞങ്ങൾ കേൾക്കണോ തീര റൈറ്റ്. അപ്പൊ ഓരോ സമൂഹത്തിൽ എത്ര ടൈപ്പിലുള്ള സമൂഹം ഉണ്ട് ചൊന്ന്
2 ടൈപ്സ് സമൂഹം. ഒന്ന് മക്ക ഇല്ലാണ്ട് മാനസികമായിട്ട് അസ്വസ്ഥത എത്തിയോണ്ട് ഉള്ള ഒരു സമൂഹാണ്. അപ്പൊ ഇല്ലാണ്ടിക്കുള്ള റീസൺ എന്തിരണ്ടും നാണത് ചൊന്നത്. അപ്പോ ಅದರ ಒಟ್ಟಿಗೆയും ನಂಗೆ ಅರ್ಥ ಆಕരുത്. ചിലപ്പോ എന്തൊരു ഈ മക്ക ഇല്ലാണ്ടിക്കുള്ള കാരണം ഈ ആൺമക്കളതിൽ, അതായത് മാപ്പിളരെ പ്രശ്നമായിട്ടിരിക്കും. മാപ്പിളരതിൽ ചൊന്നെങ്കിൽ കൗണ്ട് കുറോടിയായിട്ടിരിക്കൂ, കൗണ്ട് വേണ്ടതുപോലെ ഇല്ലാണ്ടിക്കറ്. അക്കാരണം കൊണ്ടിട്ടും പ്രഗ്നൻസി ആവലവിടെ. അപ്പൊ അവിടെയും ചിലപ്പോ ആ ഒരു ടെസ്റ്റും നമുക്ക് എന്താക്കേണ്ടി വരൂ, ആക്കേണ്ടി വരും. എന്നല്ലാണ്ട് വെറും മക്കയിട്ടില്ല എന്ന് ചെന്നിട്ടു ഞങ്ങനത്തെ ഇത് എന്തൊരു മാനസികമായിട്ട് അസ്വസ്ഥായിട്ട് ഞങ്ങൾ ഇത് എല്ലാട്ടും വന്നങ്ങൾട്ടും പോയങ്ങൾട്ടും അവിടെ ഇങ്ങോടെയും കുറെ ചെന്നിട്ടു വെറുതെ ടെൻഷൻ കമ്മിറ്റി അവരായിട്ട് നല്ല ആ ഒരു ടൈപ്പിലുള്ള സൊല്യൂഷന്റെ ഭാഗത്തിൽ നമുക്ക് ചിന്തിക്കാം. when you focus in problem, more problems. when you focus in solution, more opportunities. ഞങ്ങളെ പ്രശ്നത്തിൽ മാത്രം ഞങ്ങൾ ഫോക്കസ് ആക്കിയെങ്കിൽ ഞങ്ങൾക്ക് നാല് കുടുംബത്തുകു സമസ്യ ಯಾರಾയോണ്ടേ ಬಂಡೆ. ഇനി ഞങ്ങൾ പരിഹാരത്തെ ഭാഗത്തേക്ക് ഫോക്കസ് ആക്കിയെങ്കിൽ അതിൽ ഞങ്ങൾക്ക് പരിഹാരത്തെ ബായില് ഹൈറെ ബായില് റബ്ബ് ഞങ്ങൾക്ക് ഇങ്ങനെമേ തുറന്നിട്ട് തണ്ട. ഓക്കെ, ഇനി രണ്ടാമത്തെ സമൂഹം ഏതുണ്ട് നാളത്തെ ലൈവിലും ഞങ്ങൾക്ക് ഡിസ്കഷൻ ആക്കാം. നൈസ് ടു മീറ്റ് യു. സി അഗൈൻ. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഇതര വിഷയത്തിൽ എന്തെങ്കിലും കമന്റ് ബോക്സിൽ നിങ്ങൾ ആ ഡൗട്ട്സ് എല്ലാം നിങ്ങൾക്ക് കേൾക്കാം. Enlight India, the right support for every student. Enlight India, the right support for every student.